ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണസദ്യ വിഭവമായിട്ടുള്ള പച്ചടിയുടെ റെസിപ്പിയാണ്. നമ്മളിവിടെ കുമ്പളങ്ങ വെച്ചിട്ടാണ് പച്ചടി തയ്യാറാക്കുന്നത്. ഇതേ ഒരു റെസിപ്പി വെള്ളരിക്ക വെച്ചിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാരപ്പ് ആദ്യം നമുക്ക് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര മതി, ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു പച്ചടിയിലേക്ക് വേണ്ടിയിട്ട് 3/4 കപ്പ് തൈര് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കട്ടിയൊന്നും ഇല്ലാതെ ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി പച്ചടി തയ്യാറാക്കുന്ന പാന് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുമ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കട്ട് ചെയ്ത കുമ്പളങ്ങ കഷ്ണങ്ങളാണ് ഇതുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഈ ഒരു കുമ്പളങ്ങ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു 15 മിനിറ്റാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട്. അപ്പോൾ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതുപോലെ കുമ്പളങ്ങ വെച്ചിട്ട് നിങ്ങൾ പച്ചടി തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. Thank you.